അമ്മ, ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം. എനിക്ക് അറിഞ്ഞൂടാ, നീ പൊയ്ക്കേന്ന്. അമ്മ വാ കളിക്കാം. വേറെ വല്ലതും കളിക്കാം, എനിക്ക് ചോദ്യം ഉത്തരം ഒന്നും അറിഞ്ഞൂടാ. അമ്മ, അതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഗെയിം. എന്നാ പറ. ഞാൻ പറയട്ടെ. ഒരു 10 നിലയുള്ള ഫ്ലാറ്റ്, 8ാമത്തെ നിലയിൽ ബാൽക്കണിയിൽ ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഫുഡ് എന്ന് വെച്ചാൽ ദോശ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അപ്പുറത്ത് ആരോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇയാളെ കയ്യിൽ നിന്ന് ആ ദോശ താഴെ വീണുപോയി. പക്ഷെ അത് താഴെ എത്തിയില്ല. എന്തുകൊണ്ട്? ദോശ താഴെ വീണുപോയോ? പക്ഷെ അത് താഴെ എത്തിയില്ല. അയാൾ കൈ വെച്ച് പിടിച്ചിട്ടുണ്ടാവും. അയാൾ അതിന്റെ ശ്രദ്ധ നിൽക്കുമല്ലേ, ദോശ പോയത് പോലും അറിഞ്ഞില്ല. ഡാഡി, നിങ്ങൾ ചെറുക്കൻ ദോശയെന്നാ ഇഡലി എന്നൊക്കെ പറയുന്നു. ദോശ എന്നും ദോശ ഉണ്ടാക്കിയ ഞാൻ പറയണെന്ന് വെച്ചാൽ കൊച്ചു പറഞ്ഞു ദോശ വേറെ മാറ്റി പിടിക്കാനല്ലേ. അതൊന്നും അല്ല പറഞ്ഞു, അവൻ എന്ത് ചോദ്യം ചോദിച്ചതാ. ഡാഡി പറയണ്ട, ഡാഡിക്ക് ഭയങ്കര ഇങ്ങനെ കിഴിഞ്ഞ ബുദ്ധിയുണ്ട്. എന്ത് ചോദ്യം? എന്താന്നാ, ഒരാള് 10 നിലയുള്ള ഒരു ഫ്ലാറ്റില് നിന്ന് ദോശ കഴിക്കുവായിരുന്നു, 8ാമത്തെ നിലയിൽ നിന്ന്. അവിടെയും ദോശ? അതിന്റെ ബാൽക്കണിയിൽ നിന്ന് കഴിക്കുമായിരുന്നു. അപ്പൊ അയാളുടെ അപ്പുറത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് ഒരാള് വർത്താനം പറയാൻ വേണ്ടി വന്ന് ആ ശ്രദ്ധയില് ദോശ ഒരെണ്ണം താഴെ പോയി. പക്ഷെ അത് താഴെ വീണില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ അയാൾ കൈവച്ച് പിടിച്ചിട്ടുണ്ടാവുന്നു. അല്ല, അതല്ല. അതിപ്പോ ദോശ 8ാമത്തെ നിലയിൽ നിന്ന് നേരെ താഴോട്ട് വന്നു. താഴെ നിന്ന് ആരുടെയെങ്കിലും തലയിൽ വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് തറയിൽ വീണിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ 8ാമത്തെ നിലയിൽ ഇങ്ങനെ വരേണ്ട സമയത്തിന് പറന്നു പോയ ഏതെങ്കിലും ഒരു കാക്ക കൊത്തിയെടുത്തിട്ട് നേരെ ദോശയും കൊണ്ട് പോയിട്ടുണ്ട്. അതാണ് സംഭവം. ഞാൻ പറയട്ടോ, ഇത് 3ഉം തെറ്റാണ്. പിന്നെ അല്ലാതെ എന്താണ് ഡാഡി പറഞ്ഞത് ശരി, നീ പോടാടുന്നു. പിന്നെന്താ? ഞാൻ പറയട്ടോ, അയാള് കഴിച്ചതേ പ്ലെയിൻ ദോശയായിരുന്നു, അത് പറന്നുപോയി. പ്ലെയിൻ ദോശ ഇങ്ങനെ പ്ലെയിൻ പറന്നുപോയി. ഓ എന്താ പൊന്നും, ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നു? ആര് പഠിപ്പിച്ചിട്ടുണ്ടതല്ല? ഈ ഒരു ഉത്സാഹം പഠിത്തത്തിൽ കൂടെ കാണിക്കണം എൻ്റെ പൊന്നു മോൻ, കേട്ടല്ലോ. ഇതിലും സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോവാ. നിങ്ങളുടെ അപ്പുകുട്ട സാറ് മരിച്ചാ? തങ്കം, തമാശ കളിക്കരുത് കേട്ടാ നീ. എന്നിട്ട് ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്, ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പം പഠിച്ച തമാശ പറയുന്നത് അത് ജീവിച്ചിരിക്കുന്ന ഒരാളിനെ കുറിച്ചാണ്. അയ്യോ, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ അണികൾക്ക്, നാട്ടുകാർക്ക് അയാൾ മരിച്ച പോലെയാണ്. പിന്നല്ലാതെ ഇലക്ഷൻ ആകുമ്പോ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് അങ്ങ് തല പൊക്കും, എന്നിട്ട് ബാക്കി എല്ലാ അണികളെ കൊണ്ട് ചെയ്യിക്കും. ഈ ജയം എന്ന് പറയണതേ ഒരിക്കലേ ഉള്ളൂ. പക്ഷെ തോൽവി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ എന്തോരം കിട്ടിയാലും പഠിക്കൂല. ഒരു കുപ്പുകുട്ട സാറും. അതെ, ഞാൻ ആ സന്തോഷം പറയണില്ല, പ്രശ്നം തീർന്നല്ലോ. വേറൊരു കാര്യം ചോദിക്കും, എനിക്കൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റും? എന്തേ? ഒന്നുമില്ല. അതെ തങ്കം, ഞാൻ ഇന്നു മുതൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നല്ലൊരാളാവാൻ പോവുകയാണ്. ഒന്നുമില്ല, ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു 78 മോഡൽ മെറ്റഡോർ എഞ്ചിൻ, അംബാസിഡർ, AC, പവർ സ്റ്റിയറിംഗ് ഒക്കെ ചെയ്ത് നല്ല കൂട്ടത്തിയാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. എടുത്ത് കച്ചവടം ചെയ്താൽ വല്ലതും കിട്ടും. ഇനി അതല്ല, ആർക്കെങ്കിലും മുട്ടിച്ചു കൊടുത്താൽ പോലും എന്തെങ്കിലും കിട്ടും. അപ്പം ആ വണ്ടി ഒന്ന് നോക്കാൻ പോകാനേ എനിക്ക് ഒരു 300 രൂപ. ആ കുട്ടത്തി അവിടെ തന്നെ കിടന്നോട്ടെ, എൻ്റെ പൈസ ഇല്ല. 300 രൂപയല്ലേ? എൻ്റെ പൊന്ന് ക്ലീറ്റോ, നിങ്ങളെ ഞാൻ എന്നൊക്കെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവല്ലാതെ ഇതൊന്നും എനിക്ക് തിരിച്ചു കിട്ടൂല. എൻ്റെ കയ്യിൽ ഇല്ല ക്ലീറ്റോ, എന്നെ വെറുതെ വിട്ടേക്ക്. ഈ കച്ചവടം നടന്നു കഴിഞ്ഞാൽ വെറും 1000 രൂപയെ ഞാൻ എടുക്കൂ, ബാക്കി ലാഭം മുഴുവനും നിനക്ക് തന്നിരിക്കും. അവസാനം നിങ്ങൾ എന്ത് പറയുന്ന അറിയാമോ? 1000 രൂപയെ തങ്കം ലാഭം കിട്ടിയുള്ളൂ, അതുകൊണ്ട് അത് ഞാനിങ്ങ് എടുത്തു എന്ന് പറയും. തങ്കം, ഈ കച്ചവടത്തിൽ അതല്ല, ഉറപ്പായിട്ടും ഇതിനകത്ത് എങ്ങനെ ഒരു 5000 രൂപ ഏറ്റവും കണ്ണടച്ച ലാഭം കിട്ടും. പിന്നെ എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പാർട്ടി ഫണ്ടിലാണെങ്കിൽ പൈസ ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ യാചിക്കില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ 10 സെന്റ് സ്ഥലം ഒരു പെര അങ്ങ് വെച്ചേനെ. ഒന്ന് പോളീറ്റോ. ഒരു തമാശ നമുക്ക് പൊര നിറഞ്ഞ് വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ മോള്. അതിന് ഏതെങ്കിലും വേദിയിലോട്ട് കെട്ടിച്ചു വിടണ്ടേ? വെറുതെ കോമാളി ആവില്ല ക്ലീറ്റോ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പോ. 300 രൂപ കൊടമ്മ, ഒരു കച്ചവടം തുടങ്ങട്ടെ. എന്റെ കൊച്ചിന്റെ ഈ ഒരു ഹൃദയം ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വേണം? ലവ് യൂടാ. പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾക്ക് പോയി ചോദിച്ചൂടെ അപ്പുറത്തുനിന്നപ്പോ?
നിങ്ങളുടെ പെങ്ങളല്ലേ അവിടെ ഇരിക്കുന്നത്? ആണ്, പക്ഷെ എൻ്റെ പുന്നോര അളിയൻ അവിടെ ഇരിപ്പുണ്ട്. ഇനി അവൻ്റെ മുമ്പ് കിടന്ന് ഞാൻ പോയി ഇനി എൻ്റെ പെങ്ങളെടുത്ത് യാചിക്കണം. അത് വേണ്ട. എന്നാലും ക്ലീറ്റോ ഒരു ഭയങ്കര രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ക്ലീറ്റോ. 300 രൂപ പോലും പോക്കറ്റിൽ ഇല്ലാന്ന് പറയുമ്പോഴേ. അതെ, ഈ രാജ്യത്ത് ഇവിടെ ഖജനാവിൽ പൈസ ഇല്ലാതെ പറഞ്ഞു, പിന്നെയാണ് ഇനി ഒരു മനുഷ്യൻ്റെ കയ്യിൽ. മകളെ നോക്കിക്കോ, ഡാഡിയുടെ ഈ ബിസിനസ് അങ്ങോട്ട് പച്ച പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഡാഡി നിന്നെ മാനേജറാക്കും. അല്ലെങ്കിൽ അത് വേണ്ട, നിന്നെ ജനറൽ മാനേജറാക്കാം. അല്ലെങ്കിൽ വേണ്ടോളാം, നിന്നെ MD ആക്കും ഞാൻ. എനിക്കിതൊന്നും വേണ്ട, ഡാഡി ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതി. സത്യം പറഞ്ഞാൽ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ലമ്മ. കൂടെ നിൽക്കുന്നവരെ ഒറ്റ കൊടുക്കുന്നത്. ലോകത്തെ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും ശരി, വലിയവരുടെ ഇടയിലാണെങ്കിലും ശരി തന്നെ, കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ചതിക്കാൻ പറ്റൂ. എടാ ഒരു 300 രൂപ തന്നെടാ. എന്തിനുണ്ടേ? ക്ലീറ്റോനൊന്ന് പുറത്തു വിട്ടാൻ പൈസ ഇല്ല. ആർക്ക്? ക്ലീറ്റോന്. റേഷൻ നേരിട്ട് കടയിലേക്ക്. ഇനിയിപ്പോ റേഷനൊക്കെ നേരിട്ട് കടയിലേക്ക് വരും. കണ്ണെടുത്തോ, നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതല്ല. കൊറിയൻ നീ പത്രത്തില് പ്രസവിച്ചെടുക്കണ്ട. ഞാൻ ലില്ലിനോട് ചോദിച്ചോളാമല്ലോ. ലില്ലിയേ, എന്താ ചേച്ചി? എടി ഒരു 300 രൂപ തന്നേടി. 300 രൂപയോ? അയ്യോ 300 രൂപ എന്റെ ഇല്ല ചേച്ചി. എനിക്ക് ക്ലീറ്റോന് പോകാൻ വേണ്ടിട്ട് വൈകുന്നേരം തരാം. ഇല്ല ചേച്ചി, 200 രൂപ കാണുമായിരിക്കും. ആ സുലി ചേച്ചി ആണെങ്കിൽ എൻ്റെ ഒരു 500 രൂപ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ, ഇതുവരെ തിരിച്ചു തരുന്നില്ല. അവരാണെങ്കിൽ പുറത്തോട്ടൊന്നും കാണുന്നുമില്ല. എൻ്റെ ആണെങ്കിൽ ആര് വാങ്ങിച്ചാലും തിരിച്ചു തരത്തില്ല. അല്ല, അവളെ ഞാൻ കണ്ടായിരുന്നല്ലോ. ചില പുറത്തുള്ളവരുടെ കാര്യം. അവളെ ഞാൻ കണ്ടായിരുന്നല്ലോ. എപ്പോ കണ്ട്? കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ചയാണെന്ന് തോന്നുന്നത്. അവിടെ അമ്മായിയമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഞാൻ എന്തുവാണ് പറഞ്ഞത്, അമ്മ എന്തുവാ കേട്ടത്? അമ്മ അവരെ ഈ അടുത്തായിട്ട് കാണാനില്ലാന്ന് 3-4 ദിവസമായി ഞാനും കണ്ടിട്ടില്ല അവരെ. അവർക്ക് അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അവരുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ അവരെവിടെ പോയാലും ഇവിടെ വന്ന് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. അതെ അതെ, എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞവരാ നമ്മള്. അതുകൊണ്ട് അയൽവാസികളാണ്, നമ്മുടെ ഒരു നോട്ടം വേണം. അകത്ത് കിടന്ന് രണ്ടും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണത്? അല്ല ഞാൻ എന്തായാലും അമ്മയുടെ ദീർഘവീക്ഷണം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ. അടിപൊളി. അല്ല, നമ്മളെല്ലാരും തൂങ്ങേണ്ടി വരും അതിന്. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. നടക്കൂല. നടക്കൂല. അല്ല, അത് നടക്കൂല. ഇത് നടക്കൂല. ഇത് വേണ്ട. ആ എന്നാ ഓക്കെ. മറ്റേ ആ വണ്ടി വേറെ പോയി, കച്ചവടമായി. ഇതെന്താന്നറിയാമോ, ആർക്കും വേണ്ടാതെ കിടക്കുന്ന വണ്ടിയായിരിക്കും. പക്ഷെ ക്ലീറ്റ് അത് കച്ചവടം ചെയ്യാൻ പോണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി വേറെ ആർക്കെങ്കിലും കച്ചവടമായി പോകും. അതേന്നറിയോ, ചില ആണുങ്ങളുണ്ടല്ലോ പെണ്ണ് കാണാൻ ചെല്ലുവേ, ആ പെണ്ണ് കല്യാണം കുറെ നാളായിട്ട് നടക്കാതിരിക്കുമായിരിക്കും. പക്ഷെ അവര് കണ്ടിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും ആണുങ്ങളായിട്ട് കല്യാണം അങ്ങനെയാ. അങ്ങനെ എവിടെ കല്യാണം നടക്കാതിരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്. എന്നെ പറ്റിയല്ല, നിന്നെ പറ്റിയാ പറഞ്ഞത്. ഓ, ഭയങ്കര കണ്ടുപിടുത്തം. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ആരെങ്കിലും കുത്തി നോയിച്ചോണ്ടൊക്കെ ഇരിക്കും കേട്ടോ. എവിടെ പോണ്? പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഒരു കുറ്റാന്വേഷണ പരമ്പരയുടെ ഭാഗമാവുണ്ടോ നമുക്ക്? എനിക്ക് പോലീസിലല്ല ജോലി, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷെ വേറൊരു കാര്യം, നമ്മളൊക്കെ ബന്ധപ്പെടുന്ന ഒരു കാര്യമാണിത്. 2 കമിതാക്കളെ കാണാനില്ല. കവിതാക്കൾ അതാര്? താഴത്തെ സുലു അവിടെ കെട്ടിയോനെ. കണ്ടു 4-5 ദിവസമായി ഞാൻ കണ്ടിട്ട്. അവര് വേറെ എവിടെയെങ്കിലും പോയി കാണാം. അവർക്ക് ആളുകളും ബന്ധുക്കളൊക്കെ ഇല്ലേ? നിങ്ങൾ എന്തിനാ അതിന്റെ പുറകെ കിടക്കണത്? നിങ്ങൾ രണ്ടുപേരും മാറി മാറി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നല്ലാതെ ഒരു ഇവിടെ നമ്മളിപ്പോ ഇവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നു, അവരന്വേഷിച്ച് നടക്കാൻ പോണ. നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് സുലിച്ചേച്ചി പറയാറുണ്ട്. അതുപോലെ സുലിച്ചേച്ചി ഇവിടെ വന്ന് പറയാറുണ്ട്. ഇപ്പൊ അവര് പോയില്ല. ഇപ്പൊ അവരില്ലാന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താണ് ഇവിടെ അരി വേവൂലേ? അരി വേഗിട്ടല്ലേ, എന്റെ ഒരു 500 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു തന്നെ. അത് കിട്ടുന്നത് വരെ ഇവൾ അന്വേഷിച്ചോണ്ടിരിക്കും. ഇത് തന്നെ ഏട്ടന് ഇത് തന്നെ പറഞ്ഞു. അതൊന്നുമല്ല, ഞാൻ അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചു. അമ്മ എന്താ പറഞ്ഞ? അല്ല, അമ്മ പറഞ്ഞ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോന്ന് ആരറിയണത്. പക്ഷേ ഇല്ലേ, അവർക്ക് കടവും പ്രശ്നങ്ങളൊക്കെ ഉള്ള, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് തോന്നി രണ്ടും കൂടി വല്ല കടുങ്കയും ചെയ്തിട്ടുണ്ടോന്ന് എങ്ങനെ അറിയും? സത്യമായിട്ടാ, നമ്മളെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണ ഇപ്പൊ. അതെ, നമ്മളെ അയൽപക്കത്ത് കിടക്കണതാ. ചോദ്യം നമുക്കെതിരെയും വരും. ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം പറയും. നമുക്കറിയില്ല, നമ്മൾ അവരുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു പരിചയമില്ല, അത്രേ ഉള്ളൂ. എന്റെ ക്ലീറ്റ നാട്ടുകാർ ചോദിക്കൂല, ഇത്ര അടുത്ത് കണ്ടിട്ട് നിങ്ങളൊന്നും അന്വേഷിച്ചില്ലേന്ന് ചോദിക്കൂലേ? അവരെ കാര്യം അന്വേഷിക്കില്ലേ? അല്ലല്ലോ. എന്തൊരു മനസ്സ്. പിന്നല്ലാതെ 200 രൂപ വേണോ ഇപ്പൊ? വേണ്ട, അതിന് വേണ്ട. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, എനിക്ക് വേണം. നിനക്കെന്തിന്? അതെന്തിനാ ഞാനിപ്പോ നിങ്ങളോട് പറയണേ? ഓ, ആദ്യമായിട്ടാ ക്ലീറ്റ ചേട്ടാ പൈസ വേണ്ടാന്ന് പറയും. ഞാൻ കടബാധ്യത കൂട്ടിയിടാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അമ്മയും മോനും കൂടെ ഇരുന്ന് കുറ്റങ്ങളൊക്കെ പറയും. എന്റെ കുറ്റം പറയണതൊക്കെ ഞാനെന്തിനു നിൽക്കണത്? നിന്റെ അല്ല, നേരത്തെ പറഞ്ഞ കുറ്റാന്വേഷണ പരമ്പരയുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോട്ടെ നമുക്ക്.
അന്വേഷിക്കാൻ നിൻ്റെത് വല്ലതും കളഞ്ഞു പോയിട്ടുണ്ടോ? എന്ത് കഷ്ടമെന്ന് പറയാം. ഇവിടെ ഒരു അയൽവാസികളല്ലേ, നമുക്ക് ഒരു അയൽ സ്നേഹം വേണ്ടേ? എന്തായാലും സ്നേഹം അമ്മ. ഒന്നാമത് എനിക്ക് തമ്പി എന്ന് പറയുന്ന ആ മനുഷ്യൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തെങ്കിലും ഒരു പ്രശ്നമായ അയൽവക്കം എന്ന നിലയിൽ നമ്മളും അതിന് ഉത്തരവാദികളാണ്. എന്തിന്? നമുക്ക് തമ്മിൽ അങ്ങനെ എന്തിനു കുന്നിരുന്നൊക്കെ പറയാം, പക്ഷെ നിയമത്തിന്റെ പ്രശ്നത്തിലൂടെ പോകുമ്പോ അത് പ്രശ്നമാണ്. പ്രശ്നമാണോ? പിന്നെ ഒന്ന് പോയിട്ട് വരാം. ഓ, ഒരു സമാധാനവും തരൂല എന്ന് പറഞ്ഞു. പോരാ. കഴിഞ്ഞ മാസം ഇതുപോലെ സംഭവം ഉണ്ടായി. എന്ത്? ഒരു വീട്ടില് കുറേ ദിവസമായിട്ട് പത്രങ്ങൾ ഇങ്ങനെ ഓരോന്നാരും കൂടിക്കൊണ്ടിരിക്കുന്നു, പത്രം എടുക്കുന്നില്ല. അപ്പോൾ അയൽവാസിക്ക് ഒരു സംശയം തോന്നിയിട്ട് അയാൾ ചെന്ന് നോക്കുമ്പോൾ പത്രം എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കാണാം ഭയങ്കര വല്ലാത്തൊരു സ്മെല്ല്. ചവിട്ടി തുറന്ന് പോലീസിനെ അറിയിച്ചവർ, ഞങ്ങളെല്ലാം ചെന്ന് ചവിട്ടി തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സ്മെല്ല്. 3 പേരാ തൂങ്ങിയത്. നിനക്ക് വേറെ ഒന്നും പറയാനില്ലടേ. ഇവരിപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും പോയായിരിക്കും, ചുമ്മാ എഴുതാപ്പുറം വായിക്കാണ്. പോലീസുകാരൊക്കെ ഈ കുഴപ്പം ഇത് തന്നെ. ഇത് നമ്മുടെ ജോലിയല്ലേ, നമുക്ക് ആ കണ്ണിലൂടെ കാണാൻ പറ്റുള്ളൂ ഓരോരുത്തരെ. നിർത്ത് ആങ്ങാ തൊലി. ഇതോ അങ്ങോട്ട് നോക്ക്, ചുമ്മാ അതൊന്നും അങ്ങ് പറയണം. അമ്മേണ്ണ ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ രണ്ടൊരു പറമ്പിലിറങ്ങിയായിരിക്കല്ലേ? ഓ ഇങ്ങോട്ട് വാ. ആയിക്കോട്ടെ, കാണാം. അല്ലല്ല, അല്ല, വന്നേ. ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. അതെ, അങ്ങോട്ട് വരാം. ഒന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്നാ സാറേ, എന്നാ ക്ലീറ്റോ? എന്താണ്? ശലം പണി ധൃതി പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തൊന്നും കാണാനില്ലായിരുന്നല്ലേ അല്ലേ? ഞങ്ങളിവിടെ ഞങ്ങളിവിടെ പോകാനാ. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു 4-5 ദിവസമായി പുറത്ത് കണ്ടിട്ട്. എന്ത് പറ്റി? അല്ല, ഞങ്ങളിവിടെ ഉണ്ട്. എന്നാ കേട്ടോ, ഈ ശലം പണിയുണ്ട് സാറേ. ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അങ്ങ് പോയ അങ്ങനെ. എന്ത് പ്രശ്നമുണ്ടാ? ഇല്ല, ഒന്നുമില്ല. ഏതാ കുഞ്ഞിന്റെ കരച്ചില്? ഇല്ല സാറേ, കുഞ്ഞിന്റെ കരച്ചിലല്ല. പിന്നെ അത് സുലു ചുമക്കുന്ന. ഇപ്പൊ ഈ കുരങ്ങമ്പനിയും മങ്കിപ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പനിയാ. തമ്പിയണ, ഒരുപാട് അങ്ങോട്ട് ഉരുണ്ട് കളിക്കല്ലേ. കുറെ പിള്ളേരെ വളർത്തിയതാ ഞങ്ങള്, അതുകൊണ്ട് പിള്ളേരുടെ കരച്ചില്, അത് തള്ളയുടെ കരച്ചില് എന്നൊക്കെ നമുക്കറിയാം. അയ്യോ, അല്ല, അത് ചുമച്ച് പനി കൊണ്ട് ചുമച്ചാരിയാ. അതായത് ഈ ഞങ്ങള് പോലീസുകാർക്കൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾക്ക് ചില ആൾക്കാരുടെ നോട്ടം, ഭാവം, അവരുടെ ചില പെരുമാറ്റങ്ങളൊക്കെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തമ്പണിന് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് എന്നോട് തുറന്ന് പറയുന്നതാണ് നല്ലത്. സാറേ, ഞങ്ങൾക്കൊരു കുട്ടിയെ കിട്ടി സാറേ. എവിടുന്ന്? എൻ്റെ നാടക ക്യാമ്പിനടുത്തേ കുറച്ച് നാടോടി കൂട്ടം ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഒരു സാദൃശ്യവും ഇല്ലാത്ത ഒരു ഓമന ഒരു കുഞ്ഞ്. അതാണ് ഭയങ്കര കരച്ചിലും, അവരാണെങ്കിൽ ശ്രദ്ധിക്കത്തുമില്ല. അപ്പോൾ ഞാൻ വന്ന് ഇത് സുലുവിനോട് പറഞ്ഞു. അപ്പോൾ സുലു പറഞ്ഞു നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ വളർത്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു 4 ദിവസം മുമ്പ് നാടകം കഴിഞ്ഞ് രാത്രി വരുമ്പോൾ ഈ കൊച്ചു എഴുന്നേറ്റ് വഴി കൂടി കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ തെരുവുകുട്ടിയൊക്കെ ഉള്ളതല്ലേ, ഞാൻ ആരും കാണാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് സുലുവാണെങ്കിൽ അവൾ താത്തു വെക്കത്തുമില്ല. ഭക്ഷണവും കൊടുത്തു, വെള്ളം കൊടുത്തു, പാലും കൊടുത്തു. അതിന് കൂടെ കിടന്ന് ഉറങ്ങുകയും. കുട്ടികളില്ലാത്ത ഞങ്ങൾക്കൊരു സന്തോഷമായിപ്പോയി. അതുകൊണ്ട് 4 ദിവസം ഞങ്ങളത് മറച്ചു വെച്ചിട്ട് ആരും അറിയാതിരിക്കും. സാറ് ക്ഷമിക്കുന്നു. അല്ല, എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയായിരുന്നു? സാറേ, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു. അപ്പം നാടോടികളെല്ലാം കൂടും കിടക്കിയിട്ട് അവരൊക്കെ പോയി. അവിടെ ആരുമില്ല. അവരുടെ കുഞ്ഞാണെങ്കിൽ അവർ അന്വേഷിച്ച് വരുന്നില്ല സാറേ. അപ്പോൾ അവരുടെ കുഞ്ഞില്ലാത്തത്തേക്ക് ഞങ്ങൾ വളർത്തിക്കൂട്ടെ സാറേ കുഞ്ഞിനെ. എന്നറിയാമോ തമ്പണ്ണ, ഈ ഒന്നാമത്തെ കാര്യം അവർ അന്വേഷിച്ചില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല അവർ തട്ടിക്കൊണ്ടുവന്നാണെന്ന്. അപ്പോൾ തട്ടിക്കൊണ്ടുവന്ന് അവർ പാർപ്പിച്ചിരുന്ന കുട്ടിയെ നമ്മൾ തട്ടിക്കൊണ്ടുവരുമ്പോഴാണ് വീണ്ടും കേസ് കൂടൂലേ? അല്ല, ഞാനത് സുലു പറഞ്ഞപ്പോഴത്തേനെ സാറേ ഒന്നും നോക്കാതെ. തമ്പിയണ, ഇത് ഒന്നാമത്തെ കാര്യം, കുട്ടി എടുത്തുകൊണ്ട് വന്നത് അതൊരു വലിയ തെറ്റ്. പിന്നെ അതിനെ ഒളിപ്പിച്ച് വെച്ചെന്നുള്ളത് വേറൊരു തെറ്റ്. ഇതെല്ലാം കൂടെ വലിയ പ്രശ്നമാവും. സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ തമ്പിയണ്ണ ഇത് ഏറ്റു പറയുകയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ല, അതങ്ങ് പോകും. പക്ഷെ തമ്പിയണ്ണത് മറച്ച് വെച്ചാൽ കൂടുതൽ ഇഷ്യൂ ആവും ഇത്. സാറേ, കുട്ടിയെ അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. കുട്ടി അവൾ എടുത്തു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്താൽ പിന്നെ ഞാനും നിൽക്കത്തില്ല. ഞാനും കൂടെ ആത്മഹത്യ ചെയ്യും. തമ്പിയണ്ണ, ഇതുപോലെ കുട്ടികളില്ലാത്തൊരു ഇങ്ങനെയാണോ ചെയ്യേണ്ടത്?
ഇതിനൊക്കെ ഒരുപാട് നിയമ നടപടികളുണ്ടെന്നേ. ആ. കുട്ടികളില്ലാത്തവർ കുട്ടികളെ എടുത്ത് വളർത്തുന്ന നിയമ നടപടികളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞു വേണം ചെയ്യാൻ. അല്ലാതെ നമുക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടി തട്ടിക്കൊണ്ട് വേണം വേണ്ടത്. തമ്പിയണ്ണ ഒരു കാര്യം ചെയ്യും, ഇവൻ പറയണ പോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യും. അതിനനുസരിച്ച് എന്താ വെച്ചാൽ കീഴടങ്ങിക്കോ. വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തുതരാം. നിയമപരമായിട്ടുള്ള തമ്പിണ്ണനെ വലിയ കുരുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തുതരാം കേട്ടോ. ഇതിപ്പം എന്താ വെച്ചാൽ മറ്റേ പട്ടി കടിക്കാനൊക്കെ വന്നുകൊണ്ട് എടുത്ത് രക്ഷിച്ചു അല്ല വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. സാറേ അപ്പൊ ഞങ്ങൾക്ക് കിട്ടാൻ വേറെ മാർഗം? അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ. അതിനൊക്കെ അതുകൂടെ നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഈ അമ്മത്തൊട്ടിലൊക്കെ പോയി അപേക്ഷ കൊടുത്ത കുട്ടികളെ എടുക്കാൻ ഇഷ്ടം പോലെ അതിനുള്ള വഴിയാണ്. പക്ഷേ ഇതിപ്പോ ഭയങ്കര പ്രശ്നമാണ്. കുട്ടിയെ തട്ടിക്കൊണ്ട് തമ്പിണ്ണനാവും. സുലുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തൊരു സങ്കടം കൊണ്ടാക്കളെ. അത് കുഴപ്പമില്ല. എന്നിരുന്നല്ലോ എന്റെ വഴി. സാറേ ആരും അറിയണ്ട, ഞങ്ങളെ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം സാർ. തമ്പിയണ്ണായി നിങ്ങൾ എത്ര നാൾ ഒളിച്ചു വയ്ക്കും? എന്നെങ്കിലും ഇത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മാത്രമല്ല ഇതിന്റെ യഥാർത്ഥ അച്ഛനും ഈ കുഞ്ഞിനെ അന്വേഷിച്ചോണ്ടിരിക്കായിരിക്കില്ലേ. അന്വേഷിച്ചൊടുവിൽ ഇവിടെ വന്നാലോ നിങ്ങളല്ലേ തട്ടിക്കൊണ്ടെന്ന് പറയുള്ളൂ. നടപടികൾ പോയി അവരെ വഴിക്ക്. കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാം. അതെ, ഇല്ലെങ്കിൽ പിന്നെ അകത്തായി രണ്ടുപേരും അകത്തായി പോകും. ഞാൻ എൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളാം കേട്ടോ. സുലുവിനെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. സാറേ ഞാൻ അവളോടൊന്ന് പറയാം. പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് പോയി ഞാൻ എൻ്റെ കൈ വിട്ടു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മോളെ ഇവര് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിന്റെ മുന്നിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു. അവർക്ക് എന്തുകൊണ്ടെന്ന് അറിയാൻ പോയതായിപ്പോയി. കൊച്ചു കുഞ്ഞാൻ്റെ അടുത്ത് ഒരു 2 ദിവസം അവർക്ക് നോക്കി. പിന്നെ അവർക്ക് ഈ നിയമവശങ്ങളൊന്നും അറിയില്ലല്ലോ സാർ. അല്ല എൻ്റെ തൊട്ടടുത്താ ഒരു മതിൽ. ഇത്രേ ഉള്ളൂ. അല്ല എനിക്ക് അറിയാവുന്ന കക്ഷികളാണത്. ആണോ സാർ? ഞാൻ കൂടെ വരാം. ശരി സാർ. താങ്ക് യു സാർ. ഞാൻ വിളിപ്പിക്കാം. അതിന് അവര് കൊച്ചിനെ കൊണ്ടുവച്ചതല്ലല്ലോ, നീ തന്നെ കൊണ്ടുവച്ചതാണെന്ന് പറഞ്ഞത്. എന്റെ പൊന്നെ എടി, അങ്ങനെ പറയാൻ നിയമം വേറെ വഴിക്കാണ്. തട്ടിക്കൊണ്ടുവന്ന ആയിപ്പോലേ കേസ്. ഇത് പുള്ളി നിരപരാധി എന്തറിയില്ല. പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ല. പുള്ളി ഒരു ദിവസം കഥ തുറന്ന് നോക്കാം, വീടിന്റെ ഫ്രണ്ട് കുഞ്ഞ് കിടക്കുന്നു. അപ്പൊ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നോക്കി എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പൊ വലിയ കുഴപ്പങ്ങളുണ്ടാവൂല. അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. നാടോടികളെ എടുത്തോണ്ട് വന്ന് ആ കഥ മുഴുവനും പറഞ്ഞാൽ എന്തൊരു കഷ്ടമല്ലേ. ആ കൊച്ചിനെ അവർക്ക് കിട്ടിയായിരുന്നെങ്കിൽ പൊന്നു പോലെ നോക്കിയാനെ സൂക്ഷിച്ച്. അതിന്റെ ഒരു കരച്ചില് പോലും പുറത്ത് നമ്മൾ കേട്ടില്ലല്ലേ. അപ്പൊ അവർ എന്ത് ഇതായിട്ടായിരിക്കും നോക്കിയേക്കണം. ഇണങ്ങി കാണും നല്ല പോലെ. അത് അതാണ് വലിയ വിഷമം പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, വിഷമിച്ചിട്ട് കാര്യമുണ്ടടി. എവിടെ പോയി കിടക്കും? നമ്മളെ കാട്ടിൽ നമ്മുടെ ഇവിടെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പാലിക്കണ്ടേ. പറഞ്ഞേക്കണെന്ന് തമ്പിയണ്ണനോട് പറഞ്ഞോ? റൊണാൾഡോ പോയിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞിനെ പുള്ളിയായിട്ട് വരും. അല്ല തമ്പിയണ്ണോട് ഇങ്ങനെ പറയണം. പിന്നെ പറയാതിരിക്കുവോ? അങ്ങനെ പറയാ. പിന്നെ എനിക്കല്ലേ കുഴപ്പം. ഞാനാണ് ഇപ്പൊ ജാമ്യത്തിൽ നിൽക്കുന്നത്. ഇതിനിടയിൽ ഇടനിലക്കാരൻ ഞാനല്ലേ. ഈ ചില സമയം അയാൾ നിയന്ത്രണം വിട്ടിട്ട് സാറേത് എന്റെ കൊച്ചിനെന്നൊക്കെ പറഞ്ഞ് ഈ തമ്പിയണ്ണം പറഞ്ഞളയും. അത് അതെ, എന്റെ പ്രശ്നമാവരുത് കേട്ടോ. കരയുവാണോ? കരയുന്നോടാ. അവളെ ഇണങ്ങി കാണും കേട്ടോ. അയ്യോ ഭയങ്കര കരച്ചിലായി. എന്താ ചെയ്ത കൊച്ചു ഭയങ്കര കരച്ചിലല്ലോ. എന്താ എടുത്തോണ്ട് വന്നതിന്റെ കരച്ചിൽ പാപ്പം തരല്ല. ഓ ഇല്ല കാര്യമല്ല. ഓ ഇല്ല. സാറേ സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഒരുത്തി അവിടെ തലകറി കരഞ്ഞോണ്ടിരിക്കുക. തമ്പിയണ്ണ അളിയൻ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ അവർ വരും കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട്. ഞാൻ സാറിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? തമ്പിയണ്ണ അവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നതായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ദിവസം നേരം പുലരുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കുഞ്ഞിനെ കിടക്കുന്നത് കണ്ടു. 2 ദിവസം നിങ്ങൾ സംരക്ഷിക്കായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയും മൊഴി കൊടുക്കുമ്പോൾ പറയാവൂ. ഇല്ലെങ്കിൽ കൈവിട്ട് പോകും നമ്മുടെ മനസ്സിലായി. മാറ്റി പറഞ്ഞ അവസാനം തമ്പിയണ്ണ കമ്പി എണ്ണേണ്ടി വരും. അത് ഓർമ്മ വേണം. അങ്ങനെ പറയും. എന്നാലും എന്തായാലും മാർഗമുണ്ടോ സാറേ കുഞ്ഞിനെ കിട്ടാൻ? അതെ, അതിപ്പോൾ നമ്മളിപ്പോൾ ഈ മാതാപിതാക്കൾ അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ചിട്ട് അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നാൽ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഫോട്ടോ സഹിതം പത്രത്തിൽ കൊടുക്കും. അപ്പോഴും ആരും അന്വേഷിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ ഏൽപ്പിക്കും. അപ്പം അവിടെ ചെന്ന് പറഞ്ഞാൽ കുട്ടിയെ കിട്ടുമോ സാറേ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരെയും പോലെ കുട്ടികളില്ലാത്തവരൊക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. നമ്മൾ അവിടെ അപേക്ഷ കൊടുക്കണം,
പിന്നെ നമ്മൾ അവർ വെറുതെ തരില്ല കുഞ്ഞിനെ. നമ്മുടെ ആസ്തി, കുഞ്ഞിനെ പോറ്റാനുള്ള ശേഷി ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നമ്മുടെ സ്വത്തുവകകളൊക്കെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കണം. ഞാൻ ഉള്ളത് കൊടുക്കാം സാർ. സാറിന് അറിയാമല്ലോ, ഞാൻ ഈ കിടക്കുന്ന വാടക വീട്ടില്ല. പിന്നെ ആകെയുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നാടക സമിതിയാണ്. അത് കൊടുത്താൽ കുഞ്ഞിനെ കിട്ടുമോ സാർ? ഒന്ന് സഹായിക്കും സാർ. Audience.